ആദ്യത്തെ റൂളാണ് കേട്ടോ. ദിസ് ഈസ് ദ റൂൾ നമ്പർ 1 എന്ന് പറയാം. കോൺവെക്സ് ലെൻസിന്റെ കേസിലും കോൺകേവ് ലെൻസിന്റെ കേസിലും ഞാനിവിടെ പറയുവാണ് കേട്ടോ. ഇതാ നോക്കിയേ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ നിങ്ങൾ കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ആദ്യമേ അതിന് മുന്നേ എന്ത് വരയ്ക്കണം? ഒപ്റ്റിക് ആക്സിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരയ്ക്കണം. ദെൻ പിന്നെ എന്താണ്? ഒപ്റ്റിക് സെന്റർ അടയാളപ്പെടുത്തണം. ഫോക്കസ് നമ്മൾ അടയാളപ്പെടുത്തണം കേട്ടോ. അപ്പം ഇവിടുന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിങ്ങൾ എഫ് എടുക്കുക. രണ്ട് സൈഡിലും ഫോക്കസ് ഉണ്ടല്ലോ. അപ്പൊ ഇതേ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ടും നിങ്ങൾ അടയാളപ്പെടുത്തണം. മനസ്സിലായല്ലോ? ദെൻ ഇതേ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് നമ്മൾ 2F ആക്കി എടുക്കുക. സെയിം ഡിസ്റ്റൻസ് ഒന്നുകൂടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ 2 സെന്റിമീറ്റർ ആണ്. ദെൻ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ എടുക്കുക. എഫും 2F. ഇനി ആദ്യത്തെ റൂള് പറഞ്ഞിരിക്കുന്നത് ഈ റേ ഓഫ് ലൈറ്റ് ഇതുണ്ടോ, ഇത് എ ബി എന്ന് പറഞ്ഞിരുന്നു. റേ ഓഫ് ലൈറ്റ് ആണെന്ന് ചോദിച്ചു. ഈ റേ ഓഫ് ലൈറ്റ് ലെൻസിലേക്ക് വന്ന് വീഴുവാണ്. ഈ ആരോ മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റേ ഓഫ് ലൈറ്റ് വന്ന് വീണു. അപ്പൊ എന്ത് സംഭവിച്ചു? അത് റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ഷൻ നടന്നിട്ട് ആ റേ പോകുന്നത് ഇതിലും വഴിയാണ്, ഫോക്കസിൽ കൂടെയാണ്. ഉണ്ടോ? ഫോക്കസിൽ കൂടെ അല്ലേ അപ്പുറത്തെ വശത്തെ ലെൻസിന്റെ മറുവശത്തെ ഫോക്കസിൽ കൂടെയാണ് ആ റേ കടന്നു പോകുന്നത്. ഒരു റൂളാണ് കേട്ടോ. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി, സമാന്തരമായി, അല്ലെങ്കിൽ എന്താണ് ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായി അല്ലെങ്കിൽ പാരലായിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് ലെൻസിലേക്ക് വീഴുവാണെന്നുണ്ടെങ്കിൽ അത് ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം, അതായത് അപവർത്തനത്തിന് ശേഷം അത് എങ്ങനെയായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്? ഫോക്കസിൽ കൂടെ ആയിരിക്കും. മനസ്സിലായോ? അതാണ് ആദ്യത്തെ റൂള് പറഞ്ഞിരിക്കുന്നത്. എ റേ ഓഫ് ലൈറ്റ് ഫ്രം എ പോയിന്റ് വിച്ച് ഈസ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. റേ ഓഫ് ലൈറ്റ് അതായത് ഒരു ബിന്ദുവിൽ നിന്നും പ്രകാശയക്ഷത്തിന് സമാന്തരമായി ഒരു കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി. ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇരിക്കുകയെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ എന്താണ് പ്രകാശയക്ഷം അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വന്ന് വീഴുക. ഇത് സംഭവിക്കും പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദ അതർ സൈഡ്. മറുവശത്ത് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുവാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് കോൺകേവ് ലെൻസിന്റെ കേസിലും. ഈ പ്രിൻസിപ്പൽ ആക്സിസ് കൊണ്ടോ വരച്ച ഇതുപോലെ തന്നെ വരയ്ക്കണം കേട്ടോ. ഒപ്റ്റിക് ആക്സിസ്, ഒപ്റ്റിക് സെന്റർ അടയാളപ്പെടുത്തണം, ഒപ്റ്റിക് ആക്സിസ് അടയാളപ്പെടുത്തണം കേട്ടോ. ഒരു റേ ഓഫ് ലൈറ്റ് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന് വീണു. ഇത് സംഭവിക്കും, ഡൈവേർജ് ചെയ്യും. അത് എവിടുന്നാണ് വരുന്നത്? ആ ഫോക്കസിൽ നിന്നാണ് അല്ലെ. അപ്പം ഇൻ കേസ് ഓഫ് എ കോൺകേവ് ലെൻസ് ദ റേ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ എവിടുന്നാണ്? പ്രിൻസിപ്പൽ ഫോക്കസ് located on the same side of the lens. മനസ്സിലായല്ലോ ആദ്യത്തെ റൂള്. ഇനി നമുക്ക് രണ്ടാമത്തെ റൂള് നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂള്. രണ്ടാമത്തെ റൂള് നോക്കി, ചിത്രത്തിൽ നോക്കിയാൽ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക, ലെൻസ് വരയ്ക്കുക, ഒപ്റ്റിക് സെന്റർ, ഫോക്കസ് ഇതൊക്കെ അടയാളപ്പെടുത്തണം കേട്ടോ. രണ്ടാമത്തെ റൂൾ എന്താണ്? ഒരു റേ ഓഫ് ലൈറ്റ് ഇതിലും വഴിയാണ് കടന്നു പോകുന്നത്? ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്നു അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പ്രകാശിക കേന്ദ്രം ഇവിടെയാണ്. റേ ഓഫ് ലൈറ്റ് വന്നിട്ട് എ ബി എന്ന് പറഞ്ഞ റേ ഓഫ് ലൈറ്റ് ആണ്, അത് വന്ന് പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന് ഡീവിയേഷൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നുണ്ടോ? ഇങ്ങനെ ഇവിടെ വന്ന് വീഴുന്നവരെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ എല്ലാം പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ അത് നേരെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ, പാസിംഗ് ത്രൂ വിത്തൗട്ട് എനി ഡീവിയേഷൻ ആണ്. അത് ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ അത് പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് എന്തേലും വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്നു എന്ന് പറയാം അല്ലെ. വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്നു, ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്നു. മനസ്സിലായല്ലോ? കോൺകേവ് ലെൻസിന്റെ കേസിൽ ഇതുപോലെ തന്നെ. കോൺകേവ് ലെൻസിന്റെ കേസിൽ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡൈവേർജ് ചെയ്തൊന്നും പോവില്ല, അത് വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്നു. ഓക്കെ ആണല്ലോ സെക്കൻഡ് റൂള്. ഇനി അടുത്തത് തേർഡ് റൂളാണ്. തേർഡ് റൂള് നോക്കുക കേട്ടോ. തേർഡ് റൂൾ എന്താണ്? ഒരു റേ ഓഫ് ലൈറ്റ്, ചിത്രം കണ്ടല്ലോ, ഒരു റേ ഓഫ് ലൈറ്റ് എല്ലാം പാസ് ചെയ്ത് പോകുന്ന എ ബി എന്ന് പറഞ്ഞ റേ ഓഫ് ലൈറ്റ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ എന്താണ്? അത് ലെൻസിലേക്ക് വരുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും. ആഫ്റ്റർ റിഫ്രാക്ഷൻ എങ്ങനെയാണ്? അതേ ഇതുണ്ടോ, അതേതാണ്? ഒപ്റ്റിക് ആക്സിസ് അല്ലേ, പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ, അതിന് സമാന്തരമായിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ, അപവർത്തനത്തിന് ശേഷം അതെങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് കടന്നു പോകുന്നത്. മനസ്സിലായല്ലോ? എ റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ ഫോക്കസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട് ഇൻസിഡന്റ് ഓൺ ദ ലെൻസ് എന്ത് സംഭവിക്കും? പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്.
പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകുന്നു. അല്ലെ? മനസ്സിലാവുന്ന? പ്രകാശിക അക്ഷത്തിന് അല്ലെ? പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു എന്ന് പറയാം. പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. സമാന്തരമായി കടന്നു പോകുന്നു. ക്ലിയർ ആയല്ലോ? കോൺകേവ് ലെൻസിന്റെ കേസിൽ കണ്ടോ? റേ ഓഫ് ലൈറ്റ് ഫോക്കസിലേക്ക് മീറ്റ് ചെയ്യുവാണെന്ന് നമ്മൾ അപ്പിയർ ചെയ്യുവാണെങ്കിൽ എന്താണ് അതിങ്ങനെ പോകുന്നുണ്ട്, എമേർജ് പാരലൽ ടു ദ കണ്ടോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്നു. A ray of light appearing to meet at the principal focus of a concave lens after refraction will emerge parallel to the principal axis. അത് ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ വരുന്ന റേ എങ്ങനെയാണ്? ഫോക്കസിലേക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന റേ എന്ത് സംഭവിക്കും? ഇവിടുന്ന് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് 3 റൂള്. ഈ 3 റൂള് വെച്ചിട്ടാണ് നമ്മൾ ഇനി റേ ഡയഗ്രം ഒക്കെ വരയ്ക്കുന്നത്. ഓരോ പൊസിഷനിലും ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 റൂള് അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? 3 റൂള്. ആദ്യത്തെ റൂൾ എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ അപവർത്തനത്തിന് ശേഷം എങ്ങനെയാണ്? ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. കണ്ടോ? ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. കണ്ടല്ലേ? ഇത് കണ്ടല്ലേ? ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യുവാണ് കോൺകേവ് ലെൻസിന്റെ കേസിൽ. ക്ലിയർ ആയല്ലോ? ഇനി ഒപ്റ്റിക് സെൻട്രിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിന് ഡീവിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടിന്റെയും കേസിൽ ദർ ഈസ് നോ ഡീവിയേഷൻ. ഇനി ഫോക്കസിൽ കൂടെയാണ് റേ ഓഫ് ലൈറ്റ് കടന്നു വന്ന് ലെൻസിലേക്ക് വീഴുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ശേഷം എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നു. കോൺകേവ് ലെൻസിന്റെ കേസിലും ഇത് തന്നെ. മനസ്സിലായല്ലോ ഈ 3 റൂള്? അപ്പൊ ഈ 3 റൂള് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? അടുത്ത റേ ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കുക. ഇങ്ങനെയുള്ള നമുക്കിനി അടുത്ത റേ ഡയഗ്രം ഓരോ പൊസിഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്, അതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. 3 റൂളുകൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ വർഷത്തെ സിലബസിൽ. അതിൽ ഞാൻ കൃത്യമായിട്ട് ബോർഡിലൊക്കെ വരച്ച് കാണിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോയും കൂടെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അതും കൂടെ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.